മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാർ സ്റ്റേറ്റസ് ഉള്ള ഗായിക ആരായിരുന്നു? തീർച്ചയായും പി ലീല തന്നെ. ഒരു കാലത്ത് മലയാളത്തിലെ മാത്രമല്ല തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഗായികയായിരുന്നു അവർ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം ഏറ്റവും അധികം പാട്ടുകൾ അവർ ആ സമയത്ത് ആലപിച്ചു. ഓരോ ഭാഷയും പഠിച്ചതിന് ശേഷമായിരുന്നു ലീല ചേച്ചി പാടിയിരുന്നത്. അവരുടെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു അതിന് പിന്നിൽ. മലയാളത്തിൽ സംഗീത സംവിധായകരുടെ ആദ്യ തലമുറ മുഴുവനും ഇവരുടെ ശബ്ദത്തെ മനോഹരമായി ഉപയോഗിച്ചു. ഇതാ തച്ചോളിയോദയനിൽ പി ഭാസ്കരൻ ബാബുരാജ് ടീം ഒരുക്കിയ ഒരു മനോഹര പ്രണയഗാനം ലീല ചേച്ചിയുടെ ശബ്ദത്തിൽ. ആയിരത്തി 1964 ശ്രീധരൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്നൊരു ക്ലാസിക് കോമഡി ചിത്രമായിരുന്നു കാതലിക്ക നേരമില്ല. അക്കാലത്ത് MGRും ശിവാജി ഗണേശനും എല്ലാം കത്തി നിൽക്കുമ്പോൾ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയെടുത്തൊരു ചിത്രമായിരുന്നു ഇത്. രവിചന്ദ്രൻ, മുത്തുരാമൻ, കാഞ്ചന, രാജശ്രീ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ കാഞ്ചനയും രവിചന്ദ്രനും പുതുമുഖങ്ങളായിരുന്നു. നാഗേഷ് ബാലയ്യ ടീമിൻ്റെ മനോഹരമായ കോമഡി ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ. കൂടാതെ കണ്ണദാസൻ, വിശ്വനാഥൻ രാമൂർത്തി ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങളും. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആദ്യകാല തമിഴ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കാതലിക്ക നേരമില്ല. ഇതിൽ എന്ന പാർവൈ, നെഞ്ചത്തെ അള്ളി കൊഞ്ചം താ എന്നീ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. പക്ഷെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരിക്കലും മരണമില്ലാത്തൊരു പ്രേമഗാനമാണ്. PB ശ്രീനിവാസും സുശീലാമ്മയും ചേർന്ന് പാടിയ നാളാം നാളാം തിരുനാളാം. கன்னிகை மேகங்கள் என்னும் இந்திரன் தேரில் வருவாளாம். இளைய கன்னிகை மேகங்கள் என்னும் இந்திரன் தேரில் வருவாளாம்.
மணமகள் மன்னன் மார்பினில் மணமகள் மன்னன் மார்பினில் அது காதல் தேவனின் காவியம். அதில் ஒருவர் ராகமாம் ஒருவர் தாளமாம் இருவர் ஓடலே பாடலாம். ஓஹோ இளமையின் இந்த ரகசியம் இளமையின் இந்த ரகசியம் இதை வாழ்ந்து பார்த்தவராயிரம் அதில் நாமும் இன்றொரு காவியம். இந்த இளமை போகலாம் முதுமை சேரலாம் இருவர் காதலும்